പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പെട്ടെന്നൊരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് തയ്യാറാക്കാം. നമ്മുടെ ഈ സൂപ്പ് തയ്യാറാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നോറിൻ്റെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിന് 55 രൂപയാണ്. നമുക്കിത് തയ്യാറാക്കേണ്ട വിധമെല്ലാം ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സൂപ്പ് കിട്ടും. ഞാനിത് 2-3 പ്രാവശ്യം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് പറഞ്ഞു തന്നാൽ ഈ സ്വീറ്റ് കോൺ സൂപ്പ് ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു കപ്പുണ്ട്. ആ കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് 600 ml വെള്ളം എടുക്കാം. ഞാനിപ്പോൾ അളന്നൊഴിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തുന്നേ ഉള്ളൂ. ഞാനൊരു പാൻ എടുത്തിട്ട് സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു പൗഡർ ഫോമിലാണ് കേട്ടോ അതിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാം കൂടി അതിൽ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണത്. അപ്പോൾ നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അതിൽ ഉള്ള നമ്മുടെ ക്യാരറ്റും സ്വീറ്റ് കോണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് സിമ്മിലിട്ട് കൊടുക്കുക. അതിന് ശേഷം 3 മിനിറ്റ് നമ്മൾ ഒന്നുകൂടി കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡിയാകും. അടുപ്പത്ത് വെച്ചതിന് ശേഷം കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ അടിയിൽ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് സിമ്മിലേക്ക് ഇട്ടേക്കുവാണ്. സിമ്മിൽ ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ സൂപ്പിന് ഒരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. ആ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇത് ചൂടാവുമ്പോഴേ ആ ഒരു സ്മെല്ല് വരും. ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് പകർത്താം. ഈ ഒരു ബൗളില്ലേ, ഈ ബൗളിൽ 4 ബൗളാണ് എനിക്ക് സൂപ്പ് കിട്ടിയത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ തിക്നെസ്സും അതേ ടേസ്റ്റും ഒക്കെ തന്നെയാണ്. ഇത് ആ വെളുത്ത് ചെറുതായിട്ട് കിടക്കുന്നുണ്ട്, അത് ചിക്കൻ പീസാണ് കേട്ടോ. പിന്നെ സ്വീറ്റ് കോണുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ അത്യാവശ്യം എല്ലാം കൂടി ഉള്ളതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കുരുമുളക് പൊടി വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല മഴയുള്ള സമയത്ത് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.